ഇന്നലെ നീ പറയുന്നത് കേട്ടല്ലോ പിസ്സ വേണം പിസ്സ വേണോന്ന്. നമുക്ക് മുടി വെട്ടിക്കാൻ പോണം കേട്ടോ. എരിവാണോ? പിന്നെ ഇന്നലെ നീ കിടന്ന് കരഞ്ഞ് എനിക്ക് പിസ്സ വേണേന്ന് പറഞ്ഞ്. ഇന്ന് പിസ്സ മേടിച്ചെന്നാ നീ തിന്നുവോ? ഇല്ലേ? പിന്നെ നിനക്ക് എന്നാ വേണ്ടേ? എന്തുപോയി കാണിക്കുന്നേ? ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ എനിക്ക് സോയിനും തന്നിട്ടില്ല. ഇന്നലെ ഇവനെന്നെ ഉറക്കിയിട്ടില്ല, അറിയാവോ? ഇവന് പിസ്സ വേണോന്ന്, പിസ്സ. എന്നിട്ട് ഇപ്പൊ പറയുന്ന വേണ്ടെന്ന്. രാവിലെ ഇഡലി കഴിക്കാൻ കൊടുത്ത്, എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇഡലി വേണ്ട, കഴിക്കാൻ ഇഡലി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോ വാട്ടർ മെലൺ വേണേന്ന് പറഞ്ഞ് കഴിച്ചില്ലായിരുന്നു. അവസാനം വാട്ടർ മെലൺ കട്ട് ചെയ്ത് കൊടുത്താൽ പറയാ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചേ, എനിക്കത് വേണ്ട, എനിക്ക് ബ്രെഡ് മതി, ബ്രെഡും ജാമും മതി. ഇവിടെ ഇല്ലാത്ത ബ്രെഡും ജാമും ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന് എന്നും പറഞ്ഞ് 2 അടിയും കൊടുത്ത് വാട്ടർ മെലനും കൊടുത്ത് ഇവിടെ ഇരുത്തിയേക്കുവാ ചെറുക്കനെ. ക്ലാസ് ഇല്ലെങ്കിൽ പിന്നീന്നാണ് ഗൈസ് പ്രോബ്ലം. ഇത് കണ്ടോ, മറ്റേ വിക്രമാദിത്യന്റെ മേളിൽ വേതാളം കയറിയിരിക്കുന്ന നമുക്ക്. ഞാൻ ഫുഡ് കഴിക്കുവായിരുന്നേ, സമ്മതിക്കത്തില്ല ഈ സാധനം. ഇതിനേക്കാൾ ടീച്ചർ എങ്ങനെ സഹിക്കുന്നല്ലേ? നീ എന്നാ പറഞ്ഞ? സോണം ഒരു കാര്യം പറഞ്ഞല്ലോ. എന്തോ പറഞ്ഞല്ലോ, എന്തോ കാര്യം പറഞ്ഞല്ലോ. ഞാൻ എന്ത് കാര്യമാടാ പറഞ്ഞേ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഞാൻ എന്ത് കാര്യമാണ് നിന്നോട് പറഞ്ഞേ? പറ. എന്തോ കാര്യം അവനോട് പറഞ്ഞെന്ന് അവൻ പറയുന്നത്, പക്ഷെ അവൻ മറന്നുപോയെന്ന്. എന്ത് കാര്യമാന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും കാര്യം രാവിലെ പറഞ്ഞായിരുന്നോ സേനോട്? പറയടാ. തല ഊരി എടുക്കുന്നോ? എന്റെ കെട്ടിയോൻ ഇങ്ങോട്ട് വരട്ടടോ. നിന്നെ എന്റെ തല ഞാൻ ഊരി എടുപ്പിക്കാൻ നിന്നെ കൊണ്ട്. എന്റെ കെട്ടിയോൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഇവലെന്നെ പീഡിപ്പിക്കുവാണ് ഗയ്സ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തടാ? നോക്കിക്കോ സേന, ഇനി അവര് മുട്ടായി പോലും മേടിച്ചു തരത്തില്ല കടയിൽ നിന്ന്. Daddy finger, where are you? Here I am. How do you do? Sister, mommy's finger, where are you? Here I am. How do you do? ഉറക്കാൻ കിടത്തിയവനെ ഉച്ചക്ക് കുരുത്തക്കേട് കൂടി കാരണം അവനോട് പറഞ്ഞു വന്നും കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ്. അതിനാണ് ഈ Better finger, where are you? Here I am. How do you do? മതി ഇനി കിടന്നുറങ്ങാമോ? ഇച്ചിരി നേരം, തൊള്ളു നേരം കിടന്നുറങ്ങാമോ? ഉറങ്ങാമോ? മുട്ടായി ഒന്നും ഇല്ല. ഉറങ്ങുവാണെങ്കിൽ തരാം. കിടന്നുറങ്ങണം. എടാ സേനക്കുട്ട ഇങ്ങ് വന്നേടാ, ഇത് കൊണ്ടോടോ. എടാ എന്നെ മഴയാന്ന് നോക്കിയതേ, മഴ ചാറാൻ തുടങ്ങിയടാ. എത്ര ദിവസമായെന്നറിയാവോ നല്ലൊരു മഴ കണ്ടിട്ട്. ഇത് നല്ല സൂപ്പറായിട്ട് പെയ്യുമെന്നാ തോന്നുന്നത്. എടാ ഇങ്ങ് വാടാ ചെയ്യാനേ. ആണോ? ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല തണുപ്പും കാറ്റൊക്കെ വരുന്നുണ്ടേ. എന്തായാലും തിന്നാൻ തോന്നുന്നല്ലേ? എടാ സേനക്കുട്ട നിനക്ക് എന്താടാ വേണ്ടേ?
ആ ജോലി വളരെ അന്നേക്കാവുണ്ട് ചോദിച്ചു തന്നു. സയാനെ ഇതെടുത്തേ, ഈ ബ്രെഡ് എടുത്തേ, ഈ ഫസ്റ്റ് ഇരിക്കുന്നേ എടുക്ക്. അത് മൊത്തത്തിലെടുക്ക്. മൊത്തം എടുക്ക്. തിന്നു തിന്നു. ഞങ്ങളുടെ ഈ കപ്പലിന് കരി കപ്പലിന് ഇങ്ങനെ കഴിച്ചു കഴിച്ചു. നാളെ വാശി ഇരുന്നു തീരുന്നു. തിന്നുന്ന കാര്യം മാത്രം വേണ്ട, കളിക്കണ്ട കളിക്കണം. സയാന് ചായയായിട്ട് വേണ്ടല്ലോ അല്ലേ? എനിക്ക് ചായ മതി. ചായയോ? പോടാ കള്ള, നീ ചായ കുടിക്കത്തില്ലല്ലോ, പാലല്ലേടാ കുടിക്കുന്നേ. ഞാൻ ചായ കുടിക്കും. പിന്നെ നീ പാല് കുടിച്ചാ മതി. മമ്മിയും പപ്പായും ചായ കുടിക്കാറില്ല കേട്ടോ, അവർക്ക് കടുപ്പം കുറച്ച് മതിയേ. പഞ്ചസാര അധികം ഇടാത്ത കാരണമേ കടുപ്പം കുറച്ച് അവർക്ക് എടുക്കത്തുള്ളൂ. എനിക്ക് എന്താണേലും കടുപ്പം കൂടി തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ എടുത്ത്. ദേ ഈ കപ്പ് കണ്ടോ? ഈ കപ്പുണ്ടല്ലോ, ചേട്ടൻ ആദ്യമായിട്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന കപ്പാണ് കേട്ടോ ഇത്. ഇതാ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡ് അല്ലായിരുന്നോ? ഇപ്പം ഇങ്ങനെ ബ്ലാക്കായിട്ട് ഇരുന്നിട്ട് നല്ല ചൂട് ചായയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഫേസൊക്കെ തെളിഞ്ഞ് വരത്തില്ലേ, ആ ടൈപ്പ്. ഞാനിങ്ങനെ കളയാതെ ഇങ്ങനെ വെച്ചേക്കുവാ. ഞാൻ കാണിച്ചു തരാം. ചെയ്യാം, കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, ചൂട് ചായ. വേണ്ട നീ എന്നും ഇത് കണ്ടിട്ട് ചോദിക്കത്തില്ലല്ലോ, ഇത് എവിടുന്നാന്ന് ചോദിക്കത്തില്ലല്ലോ. എവിടുന്നാ ഇതൊന്നും ചോദിക്കത്തില്ലല്ലോ സേൻ. ഇത് എവിടുന്നാന്നറിയാവോ? ഇത് എവിടുന്നാന്നറിയാവോ? ഞാൻ കുടിക്കാനെടുത്തപ്പം ചായക്ക് വലിയ ചൂടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് അത്ര അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. നല്ല ചൂടുള്ള ചായ ഒഴിക്കുമായിരുന്നെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നേനെ കേട്ടോ. എന്താണേലും നല്ല തണുപ്പുള്ള മഴയത്ത് ഇങ്ങനെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമല്ലേ. എൻ്റെ കയ്യെ കണ്ടില്ലേ, ബ്ലൂ ഷെയ്ഡൊക്കെ. രാവിലെ ക്ലീനിങ് ആയിരുന്നേ, അപ്പം അവിടെ ഒരു പെയിൻറ്റിൻ്റെ ബാസ്ക്കറ്റ് ഇരിക്കുമായിരുന്നു. എൻ്റെ കൈ തട്ടി അത് മൊത്തം ടൈലേ തൊട്ട് സകല സാധനത്തേലും വീണ്, പാത്രത്തേലും എൻ്റെ ഫോണേ വരെ വീണേ. ഞാൻ പിന്നെ അത് ഒരു വിധത്തിലാണ് ക്ലീൻ ചെയ്തെടുത്തത്. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി, അത് ക്ലീൻ ആകത്തില്ലെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അതെല്ലാം സെറ്റാക്കി എടുത്തു.
അയ്യോ എന്നാ മഴയാണോ, നല്ല രസമുണ്ട് കാണാൻ. അയ്യോ എന്നാ ചൂടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ, കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ ചൂടായിരുന്നേ. ഏതായാലും മഴയൊക്കെ പെയ്തുകൊണ്ട് നന്നായിട്ട് തണുക്കും അന്തരീക്ഷമൊക്കെ. നല്ല രസമുണ്ടല്ലേ ഈ വളയോ ഇങ്ങനെ വരുന്ന കാണാൻ. ഞാനിങ്ങനെ മഴ പെയ്യുമ്പോൾ നോക്കിയിരിക്കും, നല്ല ഭംഗിയുണ്ടല്ലേ. കൊച്ചിനെ വെച്ചേക്കുന്ന ക്രീം ബിസ്ക്കറ്റാണേ തിന്നുന്നത്. അവനോട് ഞാൻ പറയാം അധികം മധുരം ഒന്നും കഴിക്കണ്ടെന്ന്. ആ പിള്ളേരധികം മധുരം ഒന്നും കഴിക്കണ്ട, പിന്നെ അവൻ കാണാതെ നൈസായിട്ടെടുത്ത് തിന്നുവാ. ചെറുക്കനെങ്ങാനും കാണണം അവൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് തിന്നുന്നത്. അല്ല ഞാൻ എന്തുവാണ് ഈ കാര്യമായിട്ട് ആലോചിക്കുന്നത്, എനിക്ക് തന്നെ ഒരു പിടുത്തവും ഇല്ല, എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുക. അയ്യോ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായേ. പപ്പ പട്ടിക്കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെന്നതാ. അപ്പം തലയൊന്ന് മേളിലിടിച്ചിട്ട് അത്യാവശ്യം നല്ലതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു. എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഹെയർ. ഞാൻ ദേണ്ട കട്ട് ചെയ്ത് തല ഇങ്ങനെ ആയിപ്പോയി. ആള് സത്യത്തിൽ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഈ വീഡിയോ എന്താണേലും കാണുമ്പം എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. ദൈവമേ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയും വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ബൈ.